രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കിഞ്ചിൻ മനോഗതം തസ്യ ത്വദ്ഭയാന്നനുഭാഷത്തെ. അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു വിചാരമുണ്ട്, ഒരു കാര്യം അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നു. അത് നിന്നോട് പറയേണ്ടതാണ്, പക്ഷെ നിന്നോട് പറയാൻ അദ്ദേഹത്തിന് ഭയമാണ്. ത്വദ്ഭയാത്, നിന്നോട് പറയാൻ അദ്ദേഹത്തിന് ഭയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാതെ ഇങ്ങനെ നിശബ്ദനായിട്ട് നിന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് നിന്നോട് കോപമുണ്ടായിട്ടില്ല, ആരോടും കോപമുണ്ടായിട്ടല്ല. പ്രിയം ത്വാം അപ്രിയം വക്തും വാണി നാസ്യപ്രവർത്തതേ. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ് നീ. അങ്ങനെയുള്ള നിന്നോട് അപ്രിയമായിട്ടുള്ളൊരു കാര്യം പറയാനായി അദ്ദേഹത്തിന്റെ നാവിലൂടെ വാക്കുകൾ വരുന്നില്ല. നാവ് കൊണ്ടാണല്ലോ പറയേണ്ടത്, വാക്കുകൾ കൊണ്ടാണല്ലോ ആശയം വ്യക്തമാക്കേണ്ടത്. പക്ഷേ പറയേണ്ടതായ കാര്യം യഥാർത്ഥത്തിൽ നിനക്ക് അപ്രിയമാണ്. അങ്ങനെയുള്ളതായ കാര്യം അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം നീ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ദശരഥന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമൻ എന്ന് കൈകേയിക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. കൈകേയിയോട് ദശരഥൻ തന്നെ കരയുന്ന അവസരത്തിൽ എത്രയോ തവണ പറഞ്ഞു അക്കാര്യമെല്ലാം. എന്നിട്ടും ഇളക്കമില്ലാത്ത കൈകേയി അതേ വാക്കുകൾ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നു. നീ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിന്, പക്ഷെ നിന്നോട് അപ്രിയം പറയാൻ അദ്ദേഹത്തിനാവില്ല. എന്താ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യം? തദവശ്യം മയാകാര്യം. അല്ലയോ രാമ, അത് അദ്ദേഹം പറയില്ല. അപ്പൊ പിന്നെ നീ എങ്ങനെ അറിയാം? നിന്നെ അത് കേൾപ്പിക്കേണ്ട ചുമതല എന്നിൽ വന്ന് ഭവിച്ചിരിക്കുന്നു. ഞാൻ തന്നെ അത് പറയേണ്ടി വരും. എന്താ അതെന്ന് കേട്ടുകൊള്ളൂ. യേശമഹ്യം വരന്തത്വ പുരാമാം അഭിപൂജ്യച്ച് സപശ്ചാത്തപ്യതേ രാജ. ഈ മഹാരാജാവ് പണ്ട് എനിക്ക് വരം തന്നു, 2 വരങ്ങൾ. എന്നിട്ട് എന്നെ ഏറെ ആദരിക്കുകയും ചെയ്തു. എന്താ, ഞാൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു ആ ദേവാസുര യുദ്ധത്തിനിടയ്ക്ക്. അങ്ങനെ എന്നോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് കടപ്പാടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്നെ ഏറെ ആദരിക്കുകയും ചെയ്തു. ആദരിച്ചിട്ടാണ് ആ വരങ്ങൾ തന്നത്. ഞാനത് ചോദിച്ചു. അതിപ്പോഴാണ് ചോദിച്ചത്. അന്ന് ഞാൻ ചോദിച്ചില്ല. അങ്ങയുടെ കയ്യിൽ തന്നെ അതിരിക്കട്ടെ, ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴത് ചോദിച്ചു. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഇപ്പോ ആകെ വേദനിക്കുന്നു. തരാമെന്ന് പറഞ്ഞ വാക്ക് പരിപാലിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് തയ്യാറാവുന്നില്ല. അദ്ദേഹം യഥാന്യ പ്രാകൃതസ്തഥ, പ്രാകൃതന്മാരായ ആളുകൾ, സംസ്കാരമില്ലാത്തവരായ ആളുകൾ എങ്ങനെയാണോ വാക്കു പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാതെ അതിൽ നിന്നിട്ട് ഉരുണ്ടുപുരണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നത്, അതേ പ്രകാരത്തിൽ ഈ മഹാരാജാവ് ഒരിക്കലും ആ പ്രകാരത്തിൽ അദ്ദേഹം പെരുമാറാൻ പാടുള്ളതല്ല. ഈ മഹാരാജാവ് എനിക്ക് തരാമെന്നേറ്റതായ ആ വരങ്ങൾ തരുന്നില്ല. അത് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹം ഞാനിത് ചോദിക്കുന്നതിന് തൊട്ടു മുമ്പും അനേക തവണ പ്രതിജ്ഞ ചെയ്തതാണ്, തരാം തരാം, ചോദിച്ചുകൊള്ളൂ ചോദിച്ചുകൊള്ളൂ എന്ന്. എന്നിട്ട് അദ്ദേഹം ഇതാ പിന്മാറിയിരിക്കുന്നു. അതിസൃജ്യ ദദാനീതി വരം മമ വിശാംബതി സനിരർത്ഥം ഗതജലേ സേതും ബന്ധിതുമിച്ഛതി. ഈ ഭൂമിപൻ, ഈ മഹാരാജാവ് ഞാൻ ഇതാ വരം തരുന്നു എന്ന് ആവർത്തിച്ച് എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം ഈ നാടുകളുടെ എല്ലാം
ഭരണാധിപനാണ്, വിശാംപതിയാണ്. ദിക്കുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഭരണാധിപത്യത്തിന് കീഴിലാണ്. അങ്ങനെ ഈ രാജ്യത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന, ഇതിന്റെ മുഴുവൻ ഉടമയായിരിക്കുന്ന അദ്ദേഹം തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഇപ്പോ അദ്ദേഹം അർത്ഥശൂന്യമായിട്ട് പ്രവർത്തിക്കുന്നു. ഏതുപോലെ ഗതജലെ സേതും ബന്ധിതമിച്ഛതി. ഇന്നലെയും ഇതേ ഉപമ കേട്ടു. വെള്ളം മുഴുവൻ വാർന്നുപോയതിനു ശേഷം നദിയിൽ സേതു ബന്ധിക്കാൻ ശ്രമിക്കുന്നത് പോലെ. സേതു ബന്ധിക്കേണ്ടത് മഴയ്ക്ക് മുമ്പാണല്ലോ, വെള്ളം വാർന്നു പോകുന്നതിന് മുമ്പല്ലല്ലോ. വെള്ളം പോയതിനു ശേഷം സേതു ബന്ധിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അദ്ദേഹം വെള്ളം മുഴുവൻ ഒഴുകിപ്പോയതിനു ശേഷം നദിയില് സേതു കെട്ടാൻ ബുദ്ധിഹീനന്മാര് ശ്രമിക്കുന്നത് പോലെ ഇപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു. അതാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. അല്ലയോ രാമ, ഈ ജഗത്തിന്റെ ആധാരം ധർമ്മമാണ്, സത്യത്തിന് ആധാരം ധർമ്മമാണ്, ധർമ്മത്തിന് ആധാരം സത്യവുമാണ്. നമുക്കറിയാമല്ലോ സത്യവും ധർമ്മവും ഒന്ന് തന്നെയാണ് എന്ന്. ഇതാ കൈകേയി പറഞ്ഞു തുടങ്ങുന്നു, ധർമ്മമൂലം ഇതം രാമ വിദിതം ച സതാമപി. അല്ലയോ രാമ, ഈ പ്രപഞ്ചം ധർമ്മമാകുന്ന വേരോടുകൂടിയതാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം അതാണ്. ഈ ലോകത്തിൽ ഇത് എന്നുള്ളതായ വാക്കുകൊണ്ട് നാം എന്തിനെയൊക്കെ അർത്ഥമാക്കുന്നു അതെല്ലാം ധർമ്മമെന്ന വേരോടുകൂടിയതാണ്. സത്യം സ്ഥിതി ചെയ്യുന്നത് ധർമ്മത്തിലാണ്. ഇത് അറിവുള്ള ആളുകളെല്ലാം അനേക തവണ നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. വിദിതം ച സതാമപി. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ എല്ലാം ആധാരം, പ്രപഞ്ചാധാരം ധർമ്മമാണ് എന്ന്. അല്ലയോ രാമ, ഈ അവസ്ഥയില് പ്രവർത്തിക്കേണ്ടത് നീയാണ്. നിന്റെ മുന്നില് ഇതാ ധർമ്മം പ്രവർത്തിക്കാനുള്ള അവസരമായിട്ട് വന്നു ചേർന്നിരിക്കുന്നു. തത്സത്യം ന ത്യജേത് രാജ കുപിത ത്വത്കൃതേ യഥ. നിന്റെ പേര് പറഞ്ഞ് കോപിച്ചിട്ട് ഈ രാജാവ് ആ സത്യത്തെ, എനിക്ക് വരം തരാമെന്ന് അദ്ദേഹം ചെയ്ത ആ പ്രതിജ്ഞയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കാൻ ഇടവരരുത്. അദ്ദേഹം ആ പ്രതിജ്ഞയെ പരിപാലിക്കണം. നിന്റെ പേരിലാണ് അദ്ദേഹം അത് നടപ്പിലാക്കാതിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും നടപ്പിലാക്കില്ല. അപ്പോ രാജാവ് സത്യം പറഞ്ഞിട്ട്, സത്യം പ്രതിജ്ഞ ചെയ്തിട്ട് അത് ലംഘിച്ചവനാണ് എന്നുള്ള ആ അധർമ്മത്തിന്റെ അവസ്ഥയെ പ്രാപിക്കാതിരിക്കണമെങ്കിൽ, അല്ലയോ രാമ, നീ വിചാരിച്ചാലേ പറ്റൂ. ചുമതല രാമന്റെ പുറത്ത് തന്റെ വാഗ്വൈഭവം കൊണ്ട് കൈകേയി എത്തിക്കുകയാണ്. അല്ലയോ രാമ, നീ വിചാരിച്ചു കഴിഞ്ഞാൽ മഹാരാജാവിനെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാകും. നീ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. രാജാവ് തന്റെ സത്യത്തെ പരിത്യജിച്ചവൻ ആയി തീരാതിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് നീ പ്രയത്നിക്കുക. രാജാവ് എന്ത് പറഞ്ഞാലും നീ അത് പാലിക്കാൻ തയ്യാറാകണം. അത് ശുഭമായിക്കൊള്ളട്ടെ അശുഭമായിക്കൊള്ളട്ടെ, രാജാവ് സത്യപ്രജ്ഞനായി തീരണമെന്നുണ്ടെങ്കിൽ അല്ലയോ രാമ, നീ അത് പ്രവർത്തിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് അല്ലയോ രാമ, അദ്ദേഹം പറയേണ്ട കാര്യം ഞാനിതാ നിന്നോട് പറയാം എന്നിങ്ങനെ കൈകേയി. രാജാവ് അധർമ്മ ഭയത്തിന്റെ മുന്നിലാണ്. അദ്ദേഹത്തെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കേ സാധ്യമാവുള്ളൂ. ഞാൻ 2 വരങ്ങൾ ചോദിച്ചു, അത് തരാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം അധർമ്മം ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ പെട്ടുപോയിരിക്കുന്നു. നീ അദ്ദേഹത്തെ രക്ഷിക്കുക.